മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. നമ്മളെ വലിയ പറമ്പുള്ള ഉസ്താദിൻ്റെ കെയർ ഓഫിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എന്താണ് ഉസ്താദ് ഈ പള്ളീൻ്റെ എന്താ പറയുക, മഞ്ചക്കാട് പള്ളിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ തന്ന സദക്ക പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ ഉസ്താദുമാർക്കും ഈ പള്ളിയിലും നമ്മൾ 10 മുസല്ല സദക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. മുനവ്വറുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിൻ്റെ ബ്രാഞ്ച് വലൈക്കും അസ്സലാം ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതിന്റെ രൂപീകരണം നടക്കുന്ന 1993 ഡിസംബർ 26 ചേലാരിൽ വെച്ച് നടന്ന ജമീഅത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന സമിതി 25ാം വാർഷിക ബഹുമാനപ്പെട്ട KT മാനൊന്ന് പറഞ്ഞാലേ ആൾക്കറിയില്ലല്ലോ നടത്തിയിരുന്നത്. അപ്പം അന്ന് തുടക്കം കുറിച്ച് ഇന്നേക്ക് അതിന്റെ സ്ഥാപക ദിനമാണ്. അപ്പം അതിനൊന്ന് നമ്മളൊന്ന് ഓർമ്മിക്കുക, അഭിമാനം നേതൃത്വം വഹിച്ച നേതാക്കന്മാരെ അനുസ്മരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരുമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് മുതൽ ഇന്ന് വരെ സംഘടനയ്ക്ക് വേണ്ടി നേതൃത്വം വഹിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. നേതാക്കന്മാർ വരക്ക് മുല്ലക്കോയ തങ്ങൾ മുതൽ ഇങ്ങോട്ട് ഇതുവരെ അവസാന പറഞ്ഞിട്ട് പോയ ഒരുപാട് നേതാക്കന്മാർ പ്രവർത്തകർ നമ്മുടെ അമ്മമാർ മനക്കുണ്ടാവും. അവർക്ക് അല്ലാഹു മാത്രത്ത് മറക്കത്ത് നൽകട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ മദത് കൊണ്ട് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലാഹു എന്താ പറയുക ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. കൂടുതലൊന്നും പറയുന്നത് ഈ സമയത്ത് വലിയ നിങ്ങളെ എന്തെയ്യില്ല ക്ഷമ പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനയുടെ സ്ഥാപകമാണ് എന്ന് ഡിസംബർ 26 1993 ഡിസംബർ 20 അതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് വിളിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവിധ ആശംസകളും വെച്ചോളൂ. ഞാൻ ആദ്യം സംസാരിക്കും. ഓക്കെ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മള് വലിയ പറമ്പുള്ള ഒരു ചെറിയ കച്ചവടം ചെയ്യുന്ന ഈ ഉസ്താദിന്റെ കെയർ ഓഫിൽ ഒരു 10 മുസല്ല ആവശ്യമുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞത്. 8 മുസല്ലാണ് ചോദിച്ചിരുന്നത്. എന്നാലും അൽഹംദുലില്ലാഹ് 10 മുസല്ല ഈ പള്ളി കടക്കം ഞാൻ ചോദിച്ചു. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളാണ് എനിക്ക് നൽകിയത്. നിങ്ങൾ നൽകിയത് ഞാൻ ഉസ്താദുമാരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ സംരംഭം പടച്ച റബ്ബിന്റെ ബന്ധുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉസ്താദുമാരോട് ഞാൻ പറയാറ്, അഹങ്കാരം പറയല്ല, അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ നമ്മൾ നൽകുന്നത് നമുക്ക് ഇഷ്ടംപോലെ പള്ളികളും മനോഹരമായ പള്ളികളും നമുക്കുണ്ട്. നമ്മൾ ഉമ്മമാര് ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാറില്ല. സാധാരണക്കാരായ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഉസ്താദുമാരാണ് നിങ്ങൾ എന്നുള്ള എനിക്കറിയാം. കാരണം ഈ മഹല്ല് കമ്മിറ്റികളായിട്ടും പലതുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടവരാണ്. ഉസ്താദുമാര് ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒറ്റപ്പാലുള്ള ഉസ്താദുമാര് ഇങ്ങനെ പല ഭാഗത്തുള്ള കർണാടകയില്, കൊടകില്, അതുപോലെ തമിഴ്നാട്ടില് എല്ലാ ഭാഗത്തും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ചോദിച്ച എല്ലാവർക്കും മുസല്ല എന്ന ഗ്രൂപ്പിലൂടെ ഇതുവരെ ഒരാൾക്കും ഞാൻ തട്ടിക്കളയേണ്ടി വന്നിട്ടില്ല. ചോദിച്ചവർക്കൊക്കെ നൽകുന്നുണ്ട്. അത് എന്റെ സഹോദരങ്ങളാണ് നൽകുന്നത്. അപ്പൊ ഉസ്താദുമാരൊക്കെ കീഴിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ആരെയാണ് ബഹുമാനിക്കുക? കാരണം നമ്മളെ മക്കൾ പഠിക്കുന്നത് നിങ്ങളിലൂടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും എന്റെ ഈ സംരംഭത്തിൽ ഞാൻ ഉയരങ്ങളിൽ വെക്കുന്നത് ഉസ്താദുമാരെ തന്നെയാണ്. ഉസ്താദുമാരെ വെക്കുന്നതിന്റെ കാരണം ഉസ്താദുമാരുടെ ഉമ്മമാര് അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ഭാര്യമാർ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് 10 മുസല്ല എത്തിച്ചു. ഈ ഉസ്താദാണ് കാരണം ഞാൻ ഇവിടെ എത്താനുള്ള കാരണം. നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരും ഒക്കെ ഒന്ന് ഉസ്താദ് ഒന്ന് വിവരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തിയ സാഹചര്യം അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, അതുപോലെ നമ്മുടെ പരിസരത്തുള്ള നമ്മളെ സുഹൃത്തുക്കളെ, ഈ മുസല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ട മാതിരി ഈ മുസല്ല ഒരു
സാധാരണ മുസല്ല അല്ല. എന്നുവെച്ചാൽ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസല്ല ഏത് വീട്ടിലും, മുസൽമാന്റെ എല്ലാ വീട്ടിലും മുസല്ല ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ ഇപ്പൊ ഒരു പുതിയ ഒരു മുസല്ല എന്ത് ഇറങ്ങി എന്ന് ചോദിക്കാൻ, പുതിയതല്ല. ഇത് നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കരിക്കുന്ന ഇലാഹായ റബ്ബിലേക്ക് കൈ നീട്ടുന്നവരുടെ മുൻപിലേക്ക് ഒരു മുസല്ല എത്തിക്കുക എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പന്റെ ഒരു ഉദ്ദേശമാണ്. അങ്ങനെ തങ്ങൾ പാപ്പ ഒരു വലിയ ഉയർന്ന പണക്കാരൊന്നുമല്ല, പാവപ്പെട്ടവരാണ്. എന്നെ പോലെ ഒരു സാധു, എന്നെക്കാട്ടിലും മെച്ചം എന്ന് പറയാം. പക്ഷേ തങ്ങൾ പാപ്പ പലരോടും ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ എന്തായി, ആയിക്കോട്ടെ, ആ കർമ്മങ്ങൾ നല്ല നിലയ്ക്ക് നടക്കട്ടെ. പ്രത്യേകിച്ച് ഈ വരാനിരിക്കുന്ന റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ റമളാനിലേക്ക് എല്ലാ ഉമ്മമാരുടെ മുമ്പിലേക്ക് ഓരോ മുസല്ല എത്തിക്കുക എന്നുള്ളത് തങ്ങൾ പാപ്പന്റെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ മഞ്ചക്കാട് സെക്കൻഡറി മദ്രസയിലെ സദർ ഉസ്താദ് മുഖാന്തരം ഈ വിതരണം ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ ഉസ്താദന്മാർക്കും ഓരോ മുസല്ല കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. മുസല്ല ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് മുഖാന്തരം അത് കൈകാര്യം ചെയ്യുന്നതാണ്, വിതരണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ഒരു മുസല്ല നമ്മൾ നിസ്കരിക്കുന്നവനാണ് എന്നുള്ളൊരു തെളിവിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മുസല്ല ഹാജരാവും. അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ ഉസ്താദിനോട് പറയാനുള്ളത്, മഹാരാഷ്ട്രയിലുള്ള ഒരു ഇതര മതത്തിൽപ്പെട്ട സഹോദരനാണ്. അദ്ദേഹം എന്തോ ഉദ്ദേശിച്ചു, അള്ളാഹു അത് സാധിപ്പിച്ചു, ഞാനല്ല സാധിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്നലെ 5 മുസല്ലയുടെ കിറ്റ് എന്ന് പറയുന്നത് നിസ്കാരക്കുപ്പായ ഒരു കൗണ്ടറും കൂടെ ഇതിന്റെ കൂടെ വരും. അപ്പൊ ഉസ്താദ് മുസല്ല ചോദിച്ചതുകൊണ്ട് മുസല്ല മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഉസ്താദ് ആർക്കും ഒരു വിഷമം തോന്നരുത്. അപ്പൊ ഇപ്പൊ കിറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ വീടുകളിലും ഉസ്താദ്മാർക്കും മറ്റുള്ളവർക്കും നിങ്ങൾക്കൊക്കെ ആർക്ക് ആവശ്യം ഉണ്ടെങ്കിലും എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരിക. നിങ്ങളൊരു വോയിസ് ഗ്രൂപ്പിൽ ഇടേണ്ട ആവശ്യമില്ല, എനിക്ക് വിട്ടുതന്നാൽ മതി. അത് ഇട്ട് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ ഒരു വോയിസ് വിട്ടുതന്നെ ഞാനത് ഗ്രൂപ്പിലെടുത്തിടും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആരെ സ്വീകരിച്ച ഞാൻ എത്തിക്കും. അങ്ങനെയാണ് ഇപ്പോ ഒരാഴ്ചയായിട്ട് ഏകദേശം 10-12ഓളം കിറ്റുകളായിട്ട് നമ്മൾ അയച്ചു. ആദ്യം മുസല്ലായിട്ടാണ് അയച്ചത്, ഇപ്പൊ കിറ്റായിട്ടാണ് അയക്കുന്നത്. നിസ്കാരക്കുപ്പ ഒരു കൗണ്ടർ. ഇൻഷാല്ലാ സജീർ ഉസ്താദ് എന്താ പറയാ, നമുക്കിത് കൊടുക്കുക. ഇൻഷാല്ലാ പുതിയ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. തീർച്ചയായും ഈ വീഡിയോ കാണിക്കുന്നത് ആരെയും ഒരു വലിയവനാണെന്നുള്ള അറിയിക്കാനല്ല ഉസ്താദ്. കാരണം ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വാങ്ങണം എന്നുള്ള വാടകയ്ക്ക് താമസിക്കുന്നവർ, വിധവയാ സ്ത്രീകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നവരെ മുന്നിൽ എല്ലാവരും സദക്കയിലേക്ക് എത്തണമെങ്കിലും കൊടുക്കണമെങ്കിലും എനിക്ക് മറ്റുള്ളവരെത്തിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാണിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർ നൽകുന്നത് ഞാൻ ഏൽപ്പിക്കുന്നുണ്ട് എന്ന് അറിയിക്കൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് മാത്രം എന്റെ കൈകൊണ്ടാണ് ഞാൻ ഇത് തരുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വീഡിയോ എടുക്കാൻ പാടില്ല. നീയത്തറിയുന്നവൻ അള്ളാഹുവാണ്. തീർച്ചയായും നമ്മുടെ ഉദ്ദേശശുദ്ധി അറിയുന്നവനും അള്ളാഹുവാണ്. തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ ഉസ്താദ്മാർക്കൊക്കെ അള്ളാഹു ഇരുലോക വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു തന്നതാണ്. ആ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്യുക. 6 അടി മണ്ണ് എന്ന കബറിൽ അള്ളാഹു തആല ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എല്ലാ സന്തോഷവും തന്നതുപോലെ 6 അടി മണ്ണ് എന്ന കബറിൽ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദ്മാരെ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പറയുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, ഇങ്ങനൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുഹമ്മദ് ഉസ്താദാണ്. ഈ ഉസ്താദ് തങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഈ മദ്രസയിലുള്ള 7 ഉസ്താദുമാർക്കും അതുപോലെ തന്നെ പള്ളിയിലേക്കും തങ്ങള് മുസല്ല തന്നിരിക്കുകയാണ്. അല്ലാഹു അതെല്ലാം കബൂലാക്കുമാറാവട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണോ അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. കൂടുതലായും ഒന്നും പറയുന്നില്ല. ഒരാളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ വജീദ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഇതിൽ പങ്കാളിയാണ്. അള്ളാഹു വിതരണം ചെയ്താൽ പോലെ നിങ്ങൾ സദർസ്ഥാനെ ഏൽപ്പിച്ചു.
അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നമ്മളെ മദ്രസിലെ സജർ ഉസ്താദിനെ ഞാൻ ഏൽപ്പിക്കുന്നുണ്ട്. ഒന്ന് പള്ളിയിലേക്കും ബാക്കിയുള്ള ഉസ്താദുമാർക്കാണ്. അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രവൃത്തി അള്ളാഹു ഇരുലോകത്തും ഉപകരിക്കുന്ന ഒരു അമലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കുന്ന ചങ്ങൾ കൊടുത്താണ്. അല്ല ഉണ്ടോ ഉണ്ടോ. ഒന്ന് പള്ളിയിലേക്ക് ഒരു വർഷം. ഇത് നമ്മളെ ഉസ്താദ് പള്ളിയിൽ വിൽക്കണം. ഇൻഷാ അല്ലാഹ്. ഇന്നേക്കല്ല ഒന്ന് ഉസ്താദ് വേറെ ആരെയുണ്ടോ? ഇത് ആർക്കൊക്കെ ഉള്ള എടുത്തോളൂ. ഇതില് ബാക്കിയില്ലല്ലോ. നമ്മളെ കത്തീബ് ഉസ്താദ് ആരാ ഇവിടുത്തെ? കത്തീബ് ഉസ്താദിന് ഒന്ന് കൊടുത്താല്, ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ മുക്രി ഉസ്താദിന് ഒന്ന് കൊടുത്താല് മൂപ്പര കത്തീബ് ഉസ്താദിന് കൊടുക്കുക. ഇതൊന്ന് ബാലൻസ് ഉണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സർവ്വവിധ അനുഗ്രഹങ്ങളും ഉസ്താദുമാർക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈർ. ഇത് അസീസ് സാമത്തല്ലേ? അല്ല നമ്മളെ ഈ ഉസ്താദ് മുഖാന്തരം കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുള്ള 2 മക്കളുണ്ട് കേട്ടോ ഇവിടെ വേക്കൽ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താണ് ഉസ്താദ് മദ്രസിന്റെ പേരൊന്നും കൂടെ പറഞ്ഞിട്ട്? മുനവ്വിറുൽ ഉലൂം മദ്രസ. പിന്നെ സ്ഥലം മഞ്ചക്കാട്. മഞ്ചക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്ത് കേട്ടോ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്.